ദിൽന ക്രിസ്റ്റീന, ഈ കാണാതായ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് 30 യുദ്ധവിമാനത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ വിമാനം തകർന്നു വീണ മേഖല എന്നുള്ളത് ഒരു വനമേഖലയാണ്, കുന്നിൻ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അത്യന്തം വെല്ലുവിളി നിറഞ്ഞ ഒരു തെരച്ചിൽ പ്രവർത്തനമാണ് പുരോഗമിക്കുന്നത് എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ഒപ്പം തന്നെ അസമിലെ പോലീസ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രത്യേക സംഘങ്ങൾ ഈ പ്രദേശത്ത് എത്തി തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇതോടൊപ്പം തന്നെ പ്രാദേശികമായ ജനങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആസാമിലെ ജോർഹട്ട് വ്യോമതാവളത്തിൽ നിന്നും പറന്നുയർന്ന വിമാനമാണ് തകർന്നു വീണത്. പതിവ് പരിശീലന പറക്കലിനിടെയായിരുന്നു വിമാനം ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. വൈകിട്ട് 7:42 റഡാറിൽ നിന്നും വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത്. തുടർന്ന് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപായ സന്ദേശം നൽകുകയും തെരച്ചിൽ നടപടികൾ ആരംഭിക്കുകയുമായിരുന്നു. എന്താണ് ഈ വിമാനത്തിന്റെ അപകടത്തിന് ഇടയാക്കിയത് എന്നത് ഈ മറ്റ് സാങ്കേതിക വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. 2 സീറ്റുകളുള്ള യുദ്ധവിമാനമാണ് സുഖോയ് MKI യുദ്ധവിമാനം. അത് പരിശീലന പറക്കൽ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ 2 പൈലറ്റുമാർ ഈ വിമാനത്തിൽ ആ ഘട്ടത്തിൽ അപകടത്തിൽ പെടുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും തെരച്ചിൽ പ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും ഈ അപകട കാരണം ഉൾപ്പെടെയുള്ളവ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടാവുക. അപകടം സംബന്ധിച്ച് വ്യോമസേന ഇതിനകം തന്നെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്.